ഡൽഹി സാമൂഹ്യക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. മദ്യനയ കേസിൽ നേരത്തെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. പാർട്ടി അംഗത്വവും രാജ്കുമാർ രാജിവെച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് രാജ്കുമാർ പറഞ്ഞു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, എന്താണ് രാജിയിലേക്ക് നയിച്ചത്? രാജ്കുമാർ BJP-യിലേക്കെന്നാണോ സൂചന? ഡൽഹി മന്ത്രി രാജ്കുമാർ ആനന്ദാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഡൽഹിയുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. സാമൂഹ്യക്ഷേമ വകുപ്പിന് പുറമെ 7 വകുപ്പുകളുടെ ചുമതലയാണ് രാജ്കുമാർ ആനന്ദിന് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇഡി ഇദ്ദേഹത്തിന്റെ വസതികളിലടക്കം പരിശോധന നടത്തിയിരുന്നു. എന്തായാലും പാർട്ടി അംഗത്വവും ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും രാജിക്കായി രാജ്കുമാർ ആനന്ദ് പറയുന്ന കാരണമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ടി ദളിത് വിരുദ്ധത ഉയർത്തിക്കാട്ടുകയാണ്. ഇതുകൂടാതെ സ്ത്രീകൾക്ക് വേണ്ട പരിഗണന ആ പാർട്ടി നൽകുന്നില്ല തുടങ്ങിയ കാരണങ്ങളാണ് ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് പറഞ്ഞിട്ടില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു ആം ആദ്മി പാർട്ടി മന്ത്രി പുറത്തു പോകുന്നത് അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയുള്ള തിരിച്ചടിയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്ന് വ്യക്തമാക്കി ഒരു മന്ത്രി രാജിവെച്ചു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. 7 വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി കൂടിയാണ് രാജ്കുമാർ ആനന്ദ്. എന്തായാലും രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്നും ദളിത് വിരുദ്ധതയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് രാജിവെച്ചിരിക്കുന്നത്. അരവിന്ദ്, ഈ മദ്യനയ കേസിൽ ED രാജ്കുമാറിനെയും ചോദ്യം ചെയ്തിരുന്നു അല്ലേ? വർഷം നവംബർ മാസത്തിലാണ് രാജ്കുമാർ ആനന്ദിനെ ഇഡി പരിശോധന നടത്തിയത്. അദ്ദേഹത്തിന്റെ വസതിയിലും അതുപോലെ തന്നെ രാജ്കുമാർ ആനന്ദുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും അന്ന് ഇഡി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ രാജ്കുമാർ ആനന്ദിനെ പിന്നീട് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വേറെ നീക്കങ്ങളൊന്നും ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താണ് രാജിക്ക് പിന്നിലുള്ള കാരണം, യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നാണ് ചില ആം ആദ്മി പാർട്ടി വൃത്തങ്ങളടക്കം സൂചിപ്പിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ BJP തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ്. എന്തായാലും സമാനമായ വിമർശനം തന്നെയാണ് ഇപ്പോൾ ചില ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പാർട്ടിയുടെ അഴിമതിയിൽ സംഘർഷം അല്ലെങ്കിൽ പാർട്ടിയുടെ അഴിമതിയിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് രാജ്കുമാർ ആനന്ദ് ഇപ്പോൾ പുറത്തു പോകുന്നത്.